നിയമസഭയായിട്ട് ലോക്സഭയായിട്ട് ഏതാവട്ടെ, ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇനി മത്സരിക്കണമെങ്കിൽ ഒരു സ്ഥാനാർത്ഥി അയാൾ എന്താണോ ആ ഒരു വ്യക്തിത്വത്തെ പൂർണ്ണമായി ബലി കഴിച്ചുകൊണ്ട്, അയാളുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഒരു വളരെ ലാഗ് ചെയ്തുകൊണ്ടുള്ള, അദ്ദേഹം എന്താണ് എന്ന് മനസ്സിലാകാത്ത ഒരാൾക്ക് ഇവിടെ ജനപ്രതിനിധിയായിട്ട് നിൽക്കാൻ കഴിയുള്ളൂ എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒന്നുകൂടി ഞാൻ വ്യക്തമായിട്ട് പറയാം. കേവലം BJP വരെ എന്ന് പറയുമ്പോൾ ഒരു വർഗീയതയുടെ മാത്രം ഒരു പ്രശ്നമായിട്ടല്ല ഞാൻ പറയുന്നത്, മറിച്ച് കുറേയൊക്കെ കേരളത്തിലുണ്ടായിരുന്ന ചില സുസ്ഥിര വികസന സങ്കല്പങ്ങളെല്ലാം അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കേരളീയനെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ഭാവിയെ നിശ്ചയിക്കുന്ന ഒരു ഇലക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് ഈ BJPയുടെ ഇത്തരത്തിലൊരു വളർച്ചയ്ക്ക് ആര് സഹായം ചെയ്യുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നത്. ഏതാനും ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞാൽ കേരളം ഒരു ഇലക്ഷനെ അഭിമുഖീകരിക്കുകയാണ്. 140 നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആയിക്കഴിഞ്ഞു. കേരളത്തിലെ മാത്രമല്ല പുറത്തുള്ള ചാനലുകളും മറ്റുമൊക്കെയായും എല്ലാ ചാനലുകളും സജീവമായി ഇലക്ഷൻ ചർച്ചകളിലാണ് ഉള്ളത്. ചാനലിൻ്റെ മത്സരങ്ങളായിരുന്നാലും ഓരോ ദിവസത്തെ വ്യത്യസ്ത ചർച്ചകളായിരുന്നാലും ഇൻ്റർവ്യൂകളായിരുന്നാലും എല്ലാം സർവ്വതും ഇലക്ഷൻ മയത്തിൽ മുങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സന്ദർഭമാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു ഇലക്ഷനിൽ സംഭവിക്കാൻ പാടില്ലാത്തത് എന്ത് എന്നാണ് നമ്മൾ ഒരു സ്പോട്ട്ലൈറ്റിലെ ആദ്യത്തെ വിഷയമായി ചർച്ച ചെയ്യുന്നത്. എന്താണ് അഷ്റഫ് ഈ ഇലക്ഷനിൽ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തത്? അല്ല, കേരളത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഇലക്ഷനിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറയാറുണ്ട്. ഇനി പ്രത്യേകമായിട്ടൊരു മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ട് നിലവിലുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും നടപ്പാറുണ്ടോ എന്നുള്ളതാണ് വേറെ വിഷയം. അതിൽ പ്രധാനമായിട്ട് പറയാറുള്ളത് എന്താ വെച്ചാൽ ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം, അതിൽ പറയാറുള്ളൊരു കാര്യം ഒന്ന് വിദ്വേഷവും വർഗീയതയും പാടില്ല എന്നുള്ളതാണ്. അതായത് ഈ ഇലക്ഷൻ്റെ ഘട്ടങ്ങളിൽ ഒരു കാരണവശാലും ഒരു വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ വർഗീയതക്ക് ചൂട്ടുപിടിക്കുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാരണം എന്താ വെച്ചാൽ വിഷം കുത്തിവെക്കാൻ എളുപ്പമാണ്, അത് ഇറക്കാൻ വലിയ പണിയായിരിക്കും. ഈ മൂർഖൻ പാമ്പ് കൊത്തിയമാതിരി തന്നെയാണ്. കൊത്തി അതെന്ത് ചെയ്യും, പെട്ടെന്ന് പടർന്ന് കയറും. പിന്നെ അത് ഇറക്കി ആ ജീവൻ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് വളരെ അത്യപൂർവമായി നടക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് ഈ വർഗീയതയാകുന്ന വിഷം എന്ന് പറയുന്നത് ചെറിയ കാര്യലാഭത്തിന് വേണ്ടി പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് പിന്നെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് വലിയ പ്രയാസമായിരിക്കും. അപ്പോൾ ഈ ഒരു കാണുന്ന ഒരു സംഗതി ഇപ്പോൾ കുറച്ചായിട്ട്, അതായത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായാലും ശരി നിയമസഭാ തിരഞ്ഞെടുപ്പായാലും ശരി, വേഗം ഒരു മതത്തിൻ്റെ കളറ് വെച്ചുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യും, സംസാരിക്കും. എന്താ പറയുക, ഒരു അറപ്പില്ലാതെ ഇപ്പോൾ നമ്മളെ ഈ മീഡിയകളിലെ ചർച്ചകളിലും കാര്യങ്ങളിലൊക്കെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളിങ്ങനെ വിലയിരുത്തുന്നൊരു സ്വഭാവം എന്തുണ്ട് ഇവിടെ. നമുക്ക് കേട്ടാൽ തോന്നും ഇവരൊക്കെ ജയിച്ചു പോകുന്നത് ഇപ്പോൾ ഈ മതപ്രബോധനത്തിനും അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ആണോ എന്നുള്ളത്. ഇവിടെ അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ ജീവൽ പ്രശ്നങ്ങൾ എന്തെല്ലാമുണ്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ ഭൗതിക സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അങ്ങനെ ദൈനംദിനമായി പ്രത്യേകിച്ച് രാഷ്ട്രീയ മേഖലയിൽ നിന്ന് മനുഷ്യനെ ബാധിക്കുന്ന ഇഷ്ടം പോലെ വിഷയങ്ങൾ. അതിലേക്കൊന്നും അധികം ചർച്ച പോകാതെ ഈ മതപരമായ വേർതിരിവുകൾ വെച്ചുകൊണ്ട് എങ്ങനെ ലാഭം കൊയ്യാമെന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ പലപ്പോഴും നടക്കുന്നത്. അപ്പോൾ ഈ ഒരു മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൽ തന്നെ പ്രധാനമായി പറഞ്ഞ ഈ കാര്യത്തിൽ എന്ത് ചെയ്യണം, പ്രത്യേകമായ ശ്രദ്ധ വേണം. ഒരിക്കലും ഒരു മുന്നണിയാണെങ്കിലും ഇവിടെ ഈ നാട് ബാക്കി വേണം. ഏത് ഇലക്ഷൻ കഴിഞ്ഞാലും ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ ഈ സൗഹാർദ്ദവും മനുഷ്യന്മാർ തമ്മിലുള്ള ഒരു ഐക്യവും യോജിപ്പും നിലവിൽ ഉണ്ടാവണം. ഒന്നതാണ്. മറ്റൊന്ന്, ഈ ആരാധനാലയങ്ങൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഈ ഒരു പെരുമാറ്റച്ചട്ടത്തിലുള്ള ഒരു കാര്യമാണ്. ഏതൊരു ആരാധനാലയമാണെങ്കിലും ആ ആരാധനാലയം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രത്യേകം ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ വ്യക്തിപരമായ കടന്നാക്രമണങ്ങൾ, വ്യാജ പ്രചാരണങ്ങൾ, ഇപ്പോൾ AI വന്നതോടുകൂടി അതുമായി ബന്ധപ്പെട്ടുള്ള കണ്ടൻറ്റുകൾ ഇഷ്ടം പോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മേഖലയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ സന്ദർഭത്തിൽ നടത്തിയെടുത്ത ക്ലിപ്പുകൾ, ഫേക്ക് ഐഡികൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള പ്രചാരണങ്ങൾ, അങ്ങനെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ വരെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന, അതിനായിട്ട് ഫേക്ക് ഐഡി ഉണ്ടാക്കുക, എന്നിട്ട് ആ ഒരു വിഷം അങ്ങോട്ട് പ്രചരിപ്പിക്കുക, അതുപോലെ ആൾക്കാർ ഷെയർ ചെയ്യുക, പിന്നെ അത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് പിൻവലിക്കുക. അപ്പം എന്ത് പിൻവലിച്ചാലും സംഗതി സമൂഹത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആളുകളുടെ മനസ്സിലുണ്ടാവുമല്ലോ. അപ്പോൾ എന്തായിരുന്നാലും എന്തൊക്കെ പറഞ്ഞാലും എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള രൂപത്തേക്ക് ഇത് കൊണ്ടുവരിക എന്നുള്ളത്, അങ്ങനത്തെ മനഃശാസ്ത്രത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അതുതന്നെയാണ്. പിന്നെ ഈ രംഗത്ത് കാണുന്ന വേറെ സംഗതി എന്താ വെച്ചാൽ, ഈ ഒരു ബിനാമി യൂട്യൂബ് ചാനലുകൾ ഉണ്ടോയെന്ന് സംശയമുണ്ട്. അതായത് ചില ആളുകൾക്ക് വ്യക്തമായി നേരിട്ട് കാര്യങ്ങൾ വന്ന് പറയാൻ ധൈര്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടി ചില മെഗാഫോണുകളെ അതിന് പറ്റുന്ന ചില യൂട്യൂബ് ചാനലുകളും ചില ആളുകൾക്ക്, ചില പാർട്ടികൾക്കും അതുപോലെ തന്നെ ആളുകൾക്കൊക്കെ ഉള്ളതായിട്ട് നമുക്കിങ്ങനെ തോന്നുന്നുണ്ട്.
അവർ പറയേണ്ട കാര്യം വരെ വായിലൂടെ എന്ത് ചെയ്യുക, വളരെ മോശമായ രീതിയിൽ പറയിപ്പിക്കുന്നൊരു സ്വഭാവം. അതിന് വേഷം കെട്ടി ആടുന്ന കുറേ ആളുകളെന്ന് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാനും പറ്റും. അത് ബുദ്ധിയുള്ള മനുഷ്യന്മാർക്കൊക്കെ എന്താണ് അവർ പറയുന്നതെന്നും ആരാണ് അവരെ കൊണ്ട് പറയിപ്പിക്കണമെന്നും ആരാണ് അതിൻ്റെ ബെനിഫിഷ്യറീസ് എന്നും വളരെ കൃത്യമായിട്ട് അറിയും. അത് ഈ സന്ദർഭത്തിൽ ആവറേജ് മനുഷ്യന്മാരെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഇവർ മുന്നോട്ട് പോകേണ്ടതെന്നാണ് അതിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ പ്രലോഭനം, പ്രീണനം, ഇതൊന്നും പാടില്ല എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യാൻ പാടില്ല, സ്ഥാനാർത്ഥികളും ചെയ്യാൻ പാടില്ല. ഈ പാരിതോഷികങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വോട്ട് ചെയ്യുക എന്നുള്ള സമീപനത്തിലേക്ക് പൗരന്മാരും പോകാൻ പാടില്ല. കാരണം ഈ ഇലക്ഷൻ്റെ തലേന്നുണ്ടൊരു മറിയിൽ, പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് കൂടുതൽ കാണാറുള്ളത്. അന്ന് വരെ ഇല്ലാത്തൊരു ട്രെൻഡ് പെട്ടെന്നുണ്ടാക്കിയാൽ ഒന്ന് ഉപയോഗിക്കുക പണമാണ്, മറ്റൊന്ന് മദ്യമാണ്. ഇത് രണ്ടും തരാതരം കൊടുത്തുകൊണ്ട് ആളുകളെ പിന്നെ അതിനനുസരിച്ച് മാറ്റി. ഇങ്ങനെ മാറുന്ന വോട്ടർമാർ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നിസ്സാര ലാഭത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തെയും നമ്മുടെ രാജ്യത്തിൻ്റെ പരിസരത്തെയും നമ്മുടെ വോട്ടിംഗ് സമ്പ്രദായത്തെയും ജനാധിപത്യത്തെയുമാണ് എന്ത് ചെയ്യുന്നത്, ഇവർ കളങ്കപ്പെടുത്തുന്നത് എന്ന് എന്ത് ചെയ്യണം, പ്രത്യേകമായിട്ട് തന്നെ മനസ്സിലാക്കണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ നമ്മുടെ സ്ഥാനാർത്ഥികൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ഥലത്ത് യാത്ര ചെയ്തപ്പോൾ അവിടുന്ന് ആളുകൾ വെറുതെ ഞാൻ ചോദിച്ചു, ഇവിടെ എന്താണ് ഇലക്ഷൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു വലിയ ബോർഡ് കണ്ടപ്പോൾ ആ സ്ഥാനാർത്ഥിനെ പറ്റി ചോദിച്ചാൽ, അപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരാൾ പറഞ്ഞു, ഞാൻ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളൊന്നുമല്ല, അതിനോട് വിയോജിപ്പുള്ള ആളാണ്, പക്ഷേ ഈ സ്ഥാനാർത്ഥി ജനങ്ങൾക്ക് ഉപകാരമുള്ള ആളാണ്. ഒരു സാധാരണക്കാരൻ്റെ പെട്ടെന്നുള്ളൊരു പ്രതികരണമാണ്. അതായത് ഐഡിയോളജി ഞാൻ എന്ത് ചെയ്യണില്ല, അംഗീകരിക്കണം, പക്ഷേ അയാൾ എന്താണ്, ആളുകൾക്ക് ഇവിടെ പ്രയോജനപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഈ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഒരു വലിയ സന്ദേശമുണ്ടെന്ന് ഞാൻ പറയുന്നത്. അതായത് നമ്മളെത്ര പൊളിറ്റിക്കലി സംസാരിച്ചാലും ജനങ്ങളുമായി ആക്സസ് ഉണ്ടാവുക, ജനങ്ങളുടെ ഒരു വെളിപ്പുറത്തുണ്ടാവുക, അവരുടെ ഒരു കാവൽക്കാരനായി ഞങ്ങൾക്കിവിടെ ഒരു ജനപ്രതിനിധിയുണ്ട്, അദ്ദേഹം കക്ഷിഭേദമന്യേ ഇടപെടാവുന്ന വിഷയങ്ങളിൽ അദ്ദേഹം എന്ത് ചെയ്യും, സത്യസന്ധമായിട്ട് ഇടപെടും, അതിന് നിറവും കാര്യങ്ങളൊന്നും നോക്കില്ല എന്ന ഒരു തോന്നൽ ജനിപ്പിക്കാൻ ഒരു സ്ഥാനാർത്ഥിക്ക് സാധിച്ചാൽ അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റൊന്ന് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ, അതിപ്പോൾ ഈ സന്ദർഭത്തിൽ മാത്രമല്ല, ഇങ്ങനെ ഈ ഒരു പ്രവണത വർദ്ധിച്ചു വരികയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സമീപ ഭാവിയിൽ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ, അത് ഏതാകട്ടെ, പഞ്ചായത്താകട്ടെ, നിയമസഭയാകട്ടെ, ലോക്സഭയാകട്ടെ, ഏതാകട്ടെ, ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇനി മത്സരിക്കണമെങ്കിൽ ഒരു സ്ഥാനാർത്ഥി അയാൾ എന്താണോ ആ ഒരു വ്യക്തിത്വത്തെ പൂർണ്ണമായി ബലി കഴിച്ചുകൊണ്ട്, അയാളുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഒരു വളരെ ലാഗ് ചെയ്തുകൊണ്ടുള്ള, അദ്ദേഹം എന്താണ് എന്ന് മനസ്സിലാകാത്ത ഒരാൾക്കേ ഇവിടെ ജനപ്രതിനിധിയായിട്ട് നിൽക്കാൻ കഴിയുള്ളൂ എന്നൊരു രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോണത്. ഒന്നുകൂടി ഞാൻ വ്യക്തമായിട്ട് പറയാം. ഇപ്പോൾ ഓരോരുത്തർക്കും മതവിശ്വാസം ഉണ്ടാവും. ഇപ്പോൾ 90% ആളുകൾക്കും കേരളത്തിൽ മതവിശ്വാസമുണ്ട്. അതിലൊന്ന് ഹിന്ദു ആയിരിക്കും, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആയിരിക്കും, അല്ലെങ്കിൽ മുസ്ലിം ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിശ്വാസിയായിരിക്കും. അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ പാർട്ടിൻ്റെ ഭാഗമായി മത്സരിക്കാൻ നിൽക്കുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ, ഇപ്പോൾ ഹിന്ദു ആണെങ്കിൽ ഞാനൊരു ഹിന്ദുവല്ല എന്ന് അദ്ദേഹത്തിന് തോന്നിപ്പിക്കൽ അത്യാവശ്യമായി വരികയാണ്. ഒരു ക്രിസ്ത്യൻ ആണെങ്കിൽ ഞാൻ ഒരു ക്രിസ്ത്യനല്ല എന്ന് അദ്ദേഹത്തിന് തോന്നിപ്പിക്കേണ്ട ഒരു അധിക ബാധ്യത വരികയാണ്. ഒരു മുസ്ലിം ആണെങ്കിൽ ഞാനൊരു മുസ്ലിം മാത്രമല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു അധിക ബാധ്യത അദ്ദേഹത്തിന് വരികയാണ്. കാരണം അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് ഇന്നിവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയാണെങ്കിൽ അദ്ദേഹത്തിന് മുസ്ലിങ്ങളെ വോട്ട് കിട്ടണമെങ്കിൽ എല്ലാ പള്ളികളിലും കയറണം. അതുപോലെ തന്നെ ഇവിടെ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു, ഒരു സ്ഥാനാർത്ഥിനെ പിടിച്ചു കണ്ട് അദ്ദേഹം സ്വന്തട്ടതാണോ വേറെയുള്ളവർക്ക് വൈഡിച്ചതാണോ കണ്ടവരടങ്ങേറിലാണ് നിൽക്കണത്. അങ്ങനെ തൊപ്പിടിച്ചിട്ടും കുരിശ് വരപ്പിച്ചിട്ടും അതേപോലെ ഭസ്മം വെച്ച് വരച്ചിട്ടും, അങ്ങനെ ഒരു മുസ്ലിമിന് വോട്ട് കിട്ടണമെങ്കിൽ, മറ്റുള്ള ആളുകളുടെ വോട്ട് കിട്ടണമെങ്കിൽ അവരുടെ മതത്തിൻ്റെ സിമ്പലുകളും അതുപോലെ അവർ പുണ്യപരമായി കാണുന്ന അവരുടെ കബറിടങ്ങളാകട്ടെ, പൂജാമുറികളാകട്ടെ, അതുപോലുള്ള സ്ഥലങ്ങളാവട്ടെ, അവിടെയൊക്കെ പോയി വന്ദിക്കുകയും തൊടുകയും അതിൻ്റെ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തണിയുകയും അതിനെ വളരെ പ്രോത്സാഹിപ്പിച്ച് പറയുകയും ഒക്കെ ചെയ്തെങ്കിലേ അവരുടെ വോട്ട് കിട്ടുകയുള്ളൂ എന്നൊരു തോന്നൽ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്ന ഒരു അവകാശമാണ് എന്ത്? ഓരോരുത്തർക്കും അവരവരുടെ മതം അനുസരിച്ചുകൊണ്ട് ജീവിക്കാമെന്ന് മാത്രമല്ല, അത് പ്രബോധനം ചെയ്യാം, അത് ഉറക്കെ പറയാം. അത് നമ്മളെ ഭരണഘടന അനുവദിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഗവൺമെൻറ്റിനൊരു മതം ഉണ്ടാകാൻ പാടില്ല. ഈ സമീപനം ആർക്കല്ല പാടുള്ളത്? ഗവൺമെൻറ്റിന് ഉണ്ടാകാൻ പാടില്ല, പക്ഷെ വ്യക്തികൾക്കുണ്ടാകാം. അതൊരു ജനപ്രതിനിധിയായി എന്നുള്ളത് കൊണ്ട്, സ്ഥാനാർത്ഥിയായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മതത്തെ അദ്ദേഹത്തിന് എന്ത് ചെയ്യണില്ല, അഴിച്ചു വെക്കേണ്ടതില്ല.
ഇതാണ് ശരിക്കും നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. അപ്പോഴാണ് ശരിക്കും മതനിരപേക്ഷമായൊരു മതനിരപേക്ഷത പറഞ്ഞാൽ എന്താ? മതനിരാസമല്ല, അത് യൂറോപ്പിലാണ്. ഇന്ത്യയിൽ മതനിരപേക്ഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ മതം അനുസരിച്ചുകൊണ്ട് ജീവിക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും, എന്നാൽ ഗവൺമെൻറ്റിനൊരു മതമില്ലാത്തൊരവസ്ഥ. ഇതാണ് മതനിരപേക്ഷത എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ തന്നെ നിന്നുകൊണ്ട് വോട്ട് ചോദിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകണം. അതല്ലാതെ സ്ഥാനാർത്ഥിയായി എന്നുള്ളത് കൊണ്ട് ഞാൻ ഒന്നിൻ്റെ ആളല്ല, ഒരു മതലയനത്തിൻ്റെ വക്താവായിട്ട് ഏത് സ്ഥലത്ത് ചെന്നാലും അതിൻ്റെ ആളായിട്ട് പ്രത്യക്ഷപ്പെടും, എന്തെങ്കിലും അവരുടെ വോട്ട് കിട്ടും. അപ്പോൾ നമുക്കിവിടെ മതത്തിൻ്റെ വോട്ടാണോ ഉള്ളത്? മതനിരപേക്ഷമായ തീർത്തും സെക്കുലറായ വോട്ടാണോ ഉള്ളത്? ഏതാ ഉള്ളത്? നമ്മൾ ഏതാ വോട്ട് ഉണ്ടാക്കേണ്ടത്? ഇനി എല്ലാവരും അവരുടെ മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുക, എന്നിട്ട് ആ മതത്തിനെ അനുസരിച്ച് കൊണ്ട് നിന്ന് കൊടുത്താലേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഇതെന്താ, ഞാനിപ്പോൾ ഒരു പിന്നെ ഹിന്ദു ആണെങ്കിൽ ഞാൻ ഹിന്ദു എന്നുള്ള നിലക്ക് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം? രംഗത്ത് വരാൻ കഴിയണം, എൻ്റെ ആരാധനകൾ ചെയ്യാൻ പറ്റണം. അത് എൻ്റെ എൻ്റെ വോട്ടർമാർക്ക് മനസ്സിലാകണം. എന്നാൽ ഞാൻ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും അവകാശങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അവർക്ക് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കാൻ ഞാൻ പോരാടണം, ആ അവകാശങ്ങളോടൊപ്പം നിൽക്കണം. ആ ഉറപ്പാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതേപോലെ ഒരു മുസ്ലിം ആണെങ്കിലോ അദ്ദേഹം മുസ്ലിമായി ജീവിച്ചുകൊണ്ട് തന്നെ എൻ്റെ ആശയവും എൻ്റെ ആദർശവും ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ മറ്റുള്ള സമുദായങ്ങളോട് എൻഗേജ് ചെയ്യാൻ പറ്റണം. മറ്റു സമുദായങ്ങളോട് അവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയണം. അത് വേറൊരു മതവിശ്വാസിയായി എന്നുള്ളതിൻ്റെ പേരിൽ അവർക്ക് ഭരണഘടന അനുവദിക്കുന്ന പിന്നെ അവകാശങ്ങൾ ഒരിക്കലും ഹനിക്കപ്പെടാൻ പാടില്ല. അതേപോലെ തന്നെ മനുഷ്യൻ എന്നുള്ള നിലക്ക് കാണുന്ന എല്ലാവരെയും അവരുടെ ഭൗതികമായ കാര്യങ്ങൾ, അവരുടെ അടിസ്ഥാന വിഷയങ്ങൾ, അവരുടെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ആരോഗ്യം, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതിൽ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അതല്ലേ ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത്. അതല്ലാതെ ഒരു ജനപ്രതിനിധി ആയിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അയാളുടെ ഐഡൻറ്റിറ്റിയിൽ നിന്ന് കഴിഞ്ഞാൽ വോട്ട് കിട്ടൂല എന്നുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കുകയും എന്നിട്ട് എല്ലാം ആയി മാറുകയും എന്നിട്ട് ഒന്നുമല്ലാതായി മാറുകയും ചെയ്യുന്ന ഒരു സമീപത്തിലേക്ക് ഈ അടുത്ത കാലത്തായിട്ട് കേരളം എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ ജനങ്ങളും അങ്ങനെ തന്നെ ചിന്തിക്കും. സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ പിന്നെ അവന് പ്രത്യേകിച്ച് മതവും വിശ്വാസവും കാര്യമൊന്നും വേണ്ട, എന്തെങ്കിലും അവന് വോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള രൂപത്തേക്ക് പോകും. അത് നമ്മുടെ സമൂഹം തന്നെ ഭാവിയിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോരുത്തരും അവരുടെ വ്യക്തിത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു മുന്നോട്ട് പോകാനും അങ്ങനെ ആ സമൂഹത്തെ ഉൾക്കൊള്ളാനും കഴിയുമ്പോഴാണ് നമ്മുടെ രാജ്യത്ത് യഥാർത്ഥ സെക്കുലറിസം എന്ത് ചെയ്യുള്ളൂ, നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ തൻ്റെ വ്യക്തിത്വം ഹൈഡ് ചെയ്തുകൊണ്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടാകരുത്. മതലയനത്തിൻ്റെ വക്താക്കളായാലേ വോട്ട് കിട്ടുള്ളൂ എന്നുള്ളൊരവസ്ഥ ഉണ്ടാകരുത്. തെറ്റായ പ്രചാരണ രീതികൾ ഒഴിവാക്കണം. തീർത്തും മതനിരപേക്ഷമായിരിക്കണം നമ്മുടെ ഈ ഒരു ഇലക്ഷൻ്റെ വിഷയം. പിന്നെ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ ജില്ലാ വിഭജനം, ഇപ്പോൾ മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് പലപ്പോഴും ആവശ്യപ്പെടും. ഞാൻ പറഞ്ഞ മലപ്പുറം ജില്ല മാത്രമല്ല, ജനസാന്ദ്രതയുടെ തോത് വെച്ചുകൊണ്ട് അവർക്ക് വികസനങ്ങൾ കടന്നു പോകാൻ മൊത്തത്തിൽ കേരളത്തെ പിന്നെ ഓരോ ജില്ലകളും നോക്കിയിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ വിസ്തൃതിക്കനുസരിച്ച് കൊണ്ട് വിഭജനങ്ങൾ കൊണ്ടുവരണം. അതിന് ഇപ്രാവശ്യം മത്സരിക്കുന്ന എല്ലാ MLA മാരും നിയമസഭയിലെത്തിയാൽ ശബ്ദമുണ്ടാക്കണമെന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ അവർ കാണാതെ പോകരുത്. യഥാർത്ഥത്തിൽ ഇലക്ഷനിൽ സംഭവിക്കാൻ പാടില്ലാത്ത ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് ചർച്ചകൾ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. പക്ഷേ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഫലവത്തായിട്ടുള്ള ഒരു ചർച്ച, ഇപ്പോൾ ഇയാൾ അങ്ങോട്ട് മാറി അല്ലെങ്കിൽ ഇയാൾ ഇങ്ങോട്ട് മാറി എന്നുള്ള വ്യക്തികളെയും ബാക്കിയൊക്കെ അനുസരിച്ച്, അല്ലെങ്കിൽ അവിടെ രാത്രി 2 മണി വരെ മീറ്റിംഗ് നടക്കണം, അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാത്ത രൂപത്തിലാണ് പൊതുവേ ഇലക്ഷൻ്റെ ഓരോ പ്രചരണങ്ങളും ബാക്കി ന്യൂസ് ചാനലുകൾ നോക്കിയാലൊക്കെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ചില ആളുകളൊക്കെ ആണെങ്കിൽ ഒരു ചാനലിൽ പോയി ആ വാർത്ത കേൾക്കും, അതേ വാർത്ത തന്നെ മറ്റു ചാനലിലേക്ക് കേൾക്കും. ഇങ്ങനെ ഇലക്ഷനാണെന്ന് വിചാരിച്ചിട്ട് അതിലങ്ങോട്ട് അഭിരമിച്ച് പോകുന്ന ഒരവസ്ഥയും നിൽക്കുന്നുണ്ട്. എന്താണ് അമീത് മാഷിന് ഈ ഇലക്ഷനിൽ സംഭവിക്കാൻ പാടില്ലാത്ത നിലയിൽ കൂട്ടിച്ചേർക്കാനുള്ളത്? അല്ല, ഈ കേരള രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രോഗ്രസീവായിട്ടുള്ളൊരു എലമെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ എല്ലായ്പ്പോഴും സാമാന്യേന ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷം ഉണ്ടാകാറുണ്ടെന്നുള്ളതാണ്. ഒരു ഭരണപക്ഷം ഉണ്ടാവും, ഒപ്പം തന്നെ സാമാന്യ ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷവും ഉണ്ടാവും. വെച്ചാൽ അതിന് നമ്മളൊരു വോട്ടിംഗ് പേഴ്സൻറ്റേജ് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഇടയിൽ വിഭജിക്കപ്പെടുന്നതാണ് കേരളത്തിന് പൊതുവായിട്ട് എടുത്തുള്ള വോട്ടുകൾ. അത് കുറേയൊക്കെ സോളിഡുമാണ്. എന്നുവെച്ചാൽ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഒരു ബന്ധമൊക്കെ വന്നാലും ചിലപ്പോൾ അതിനെ വോട്ടിയുള്ളൂ, വലതുപക്ഷക്കാരുണ്ടാകും. പക്ഷേ ഇതിനകത്ത് സ്വിങ് വോട്ടേഴ്സ് എന്ന് പറയുന്ന വളരെ ചെറിയൊരു പെർസെൻറ്റേജാണ്. അതൊരു 3-4% വരുന്നൊരു പെർസെൻറ്റേജേ ഉള്ളൂ. ഇവരാണ് യഥാർത്ഥത്തിൽ ഭരണ നേട്ടത്തെ, ഭരണപരാജയത്തെ വിലയിരുത്തിക്കൊണ്ട് വോട്ട് ചെയ്യാറുള്ളത്. അത് ഒരു സമയത്തും അവരെന്ത് ചെയ്യും, പിന്നെ മോശപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു സർക്കാരിൻ്റെ ഭാവിയെ നിശ്ചയിക്കുന്നത് ഇവരാണ്. ഇത് വളരെ പ്രോഗ്രസീവായൊരു എലമെൻ്റാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ
ഈ നിലവിൽ ഇതാണ് 1967 തൊട്ട് പൊതുവിൽ ഉണ്ടായിട്ടുള്ളൊരു പാറ്റേൺ എന്ന് പറയുന്നത്. ഇതിലേക്കാണ് ഒരു ചേഞ്ച് ഫാക്ടർ ഇപ്പോൾ കടന്നു വരുന്നത്. ഇപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് ഇത്തവണ ഞങ്ങൾ 19% വോട്ട് നേടും എന്നുള്ളതാണ്. അതിൻ്റെ മറ്റൊരു അർത്ഥം എന്താ വെച്ചാൽ ഈ അല്പം മണ്ഡലങ്ങളിൽ ഇവർ വിജയിക്കുക കൂടെ ചെയ്യുകയാണെങ്കിൽ ഈ ബാലൻസ് ഒരുപക്ഷെ തകർക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത് കേരളത്തിൽ ആദ്യമായിട്ട് ഒരുപക്ഷെ തൂക്കുമന്ത്രിസഭയ്ക്കോ അതല്ലെങ്കിൽ ഇത്തരത്തിൽ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സൂപ്പർ പവർ അല്ലെങ്കിൽ കിങ് മേക്കേഴ്സായിട്ട് ഒരു ചെറിയ വിഭാഗത്തിന് ന്യൂനപക്ഷത്തിന് കടന്നു വരാനുള്ള ഒരു സാധ്യത ഉണ്ടായി കൊണ്ടിരിക്കുകയാണ്. കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റം അല്ലെങ്കിൽ വരാനിടയുള്ള ഒരു ദൗർഭാഗ്യം ഇതാണ്. കാരണം ഇതെവിടെയൊക്കെ സംഭവിച്ചോ അവിടെയൊക്കെ കുതിര കച്ചവടങ്ങളാണ് പിന്നെ നടന്നിട്ടുള്ളത്. മാത്രമല്ല ഈ സൂപ്പർ പവറിൻ്റെ ഒരു താല്പര്യമനുസരിച്ചുകൊണ്ട് പലപ്പോഴും തീരുമാനങ്ങളെടുക്കാൻ മന്ത്രിസഭകൾ നിർബന്ധിതരായി പോകുന്ന അവസ്ഥ ഉണ്ടാവും. ഇത് കേവലം BJP വരാമെന്ന് പറയുമ്പോൾ ഒരു വർഗീയതയുടെ മാത്രം ഒരു പ്രശ്നമായിട്ടല്ല ഞാൻ പറയുന്നത്. മറിച്ച് കുറേയൊക്കെ കേരളത്തിലുണ്ടായിരുന്ന ചില സുസ്ഥിര വികസന സങ്കല്പങ്ങളെല്ലാം അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കേരളീയനെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ഭാവിയെ നിശ്ചയിക്കുന്ന ഒരു ഇലക്ഷനാണ് നാം പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് ഈ BJPയുടെ ഇത്തരത്തിലുള്ളൊരു വളർച്ചയ്ക്ക് ആര് സഹായം ചെയ്യുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം സ്വാമി ചിദാനന്ദപുരിയുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ കേട്ടു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ചോദ്യകർത്താവിന് ചോദിക്കുന്ന ചോദ്യം 2019 ലോക്സഭാ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് താങ്കൾ പിന്നെ ഇടതുപക്ഷത്തിനെതിരെ അതായത് BJPക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ UDFനെ സഹായിക്കണം എന്ന രീതിയിൽ പറഞ്ഞിരുന്നല്ലോ എന്നാണ്. അപ്പോൾ അദ്ദേഹം വിശദീകരിക്കണം അന്ന് LDF ഗവൺമെൻറ് പൂർണ്ണമായിട്ടും നമ്മുടെ ആചാരങ്ങൾക്ക് വിശ്വാസങ്ങൾക്ക് അമ്പലങ്ങൾക്ക് എല്ലാത്തിനും വിരുദ്ധമായ നിലപാടെടുക്കുകയും ആ രീതിയിലൊരു ഹിന്ദു വിരുദ്ധ സർക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ പറയുന്നത് നിലവിൽ BJPക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ UDFന് വോട്ട് ചെയ്യരുത് എന്നാണ്. അപ്പോൾ ചോദ്യകർത്താവ് ഒന്നും കൂടെ വ്യക്തമായി ചോദിക്കും, അപ്പോൾ LDFന് വോട്ട് ചെയ്യണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിൽ കുഴപ്പമില്ല. കാരണം ചാണക്യമുനിയെപ്പോലുള്ള മഹാരഥന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യം സന്ദർഭോചിതമായിട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എവിടേക്കാണ് ഒരു ആംഗിൾ തിരിഞ്ഞു നിൽക്കുന്നത് എന്നുള്ളത് ഈ ഒരു ഇൻ്റർവ്യൂവിൽ വളരെ വ്യക്തമാണ്. അദ്ദേഹം ഒരു കേവലം ഒരു മുനിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയല്ല. കേരളത്തിൽ അതീവ ജാഗ്രതയോടെ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന ഒരു പക്ഷപാതിത്വമുള്ള ഒരു ഹൈന്ദവ സന്യാസിയാണ് അദ്ദേഹം. നമുക്കറിയാം, ഒരു 10-20 വർഷങ്ങൾക്ക് മുൻപ് ഒക്കെ ഞാൻ കേട്ടിരുന്നൊരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് രാഷ്ട്രീയ കക്ഷികളുണ്ട്. ലീഗ് അധികാരത്തിൽ വരാറുണ്ട്, കോൺഗ്രസ് വരുന്നുണ്ട്, മാർക്സ് പാർട്ടി വരുന്നുണ്ട്, BSP വരും, അല്ലെങ്കിൽ DMK അങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ. ഇതൊന്നും വരുന്ന ആർക്കും ഒരു പേടിയില്ല. പിന്നെ ഇപ്പോൾ ഒരു BJP മാത്രം വരുന്നതിന് എന്തിനാണ് എത്ര വലിയ ഇത് നിഷ്കളങ്കമായൊരു ചോദ്യമായിട്ട് പലരും ചോദിച്ചിരുന്നു. മാത്രമല്ല അവർ പറയും അങ്ങനെ അവർ അധികാരത്തിൽ വന്നാൽ സംഭവിക്കാൻ പോകുന്നത് അവർ ഈ പാർട്ടികളൊക്കെ പോലെ തന്നെ അഴിമതി നിറഞ്ഞ് അങ്ങനെ നശിച്ചു പോയിക്കോളും എന്നാണ്. ഇത് പലപ്പോഴും വളരെ തന്ത്രപരമായി ഒളിച്ചു കടത്തിയ ഒരാശയമായിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, മറ്റൊരു രാഷ്ട്രീയ കക്ഷിയും അധികാരത്തിൽ വരുന്നത് പോലെയല്ല BJP അധികാരത്തിൽ വരുന്നത്. കാരണം BJP നേരത്തെ തന്നെ ഇവിടെ ഉണ്ട്. RSSൻ്റെ ഒരു ഫോർമാറ്റിൽ ഇവിടെ ഉണ്ട്. ഇവിടെ ഡീപ്പ് സ്റ്റേറ്റ് എന്നുള്ളൊരു സാധനമുണ്ടെങ്കിൽ അതിനെ സ്വാധീനിക്കുന്നത് ഈ RSS ആണ്. അതുകൊണ്ട് തന്നെ സകല ഭരണകൂട സംവിധാനങ്ങളെയും ഇത് സ്വന്തം പരിധിയിലേക്ക് കൊണ്ടുവരികയും പിന്നീട് നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള നിഷ്പക്ഷ ഇലക്ഷൻ പോലും സാധ്യമല്ലാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഉടനീളം. അപ്പോൾ നമ്മുടെ മുൻപിൽ ഇപ്പോഴുള്ള പൊതുവെ ചോദിക്കപ്പെടുന്നൊരു ചോദ്യമാണ് വെച്ചാൽ ഒരു ഭരണമാറ്റം നടക്കണമോ അതോ ഭരണ തുടർച്ച ഉണ്ടാകണമോ? ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ മാറ്റം ആവശ്യമുണ്ട്. ഒരേ സമയത്ത് നമുക്ക് ശക്തമായ പ്രതിപക്ഷം ആവശ്യമുണ്ട്, ശക്തമായിട്ടുള്ള ഭരണപക്ഷം ആവശ്യമുണ്ട്. ഒരു കാരണവശാലും ഒരു തൂക്ക് മന്ത്രിസഭ ഇവിടെ വരാനേ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു പൊളിറ്റിക്കൽ സ്റ്റുഡൻറ്റ്, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി നിലവിലുള്ള
ഈ ഇടതുപക്ഷ സർക്കാരിന് അതിൻ്റെ നേതാക്കളെ അവരുടെ രാഷ്ട്രീയ നിലപാടുകളെ അല്ലെങ്കിൽ നയനിലപാടുകളെ ഒക്കെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രസ്താവനകളെ അവരുടെ ചങ്ങാത്തങ്ങളെ ഇതിനെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യയശാസ്ത്രത്തെ വിലയിരുത്തി ഇതാണ് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം എന്നൊരു ധാരണയിലേക്ക് എത്തുകയാണെങ്കിൽ അതിനിവിടെയുള്ള ഇടതുപക്ഷ ചിന്തകന്മാർ എത്രമാത്രം സമ്മതിച്ചു തരുന്നുള്ളതാണ്. അതൊരു വളരെ ഗൗരവമുള്ളൊരു ഇതായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ കേവലം ഇതൊരു ഇടതുപക്ഷത്തോടുള്ള ഒരു വിരോധവുമല്ല, മറിച്ച് സർക്കാർ എന്തായാലും ചില രീതിയിൽ പ്രവർത്തിക്കാൻ പാടില്ലാത്ത രൂപത്തിൽ ചില കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ നമ്മൾ പലപ്പോഴും ഇത് ഒരു വർഗീയതയുടെ വ്യാപനമല്ല, മറിച്ച് ഞാൻ പറയും നോർമലൈസേഷനാണ്. വർഗീയതയെ വല്ലാതെ നോർമലൈസ് ചെയ്തു എന്നുള്ളത് ഇവിടെ പ്രത്യക്ഷത്തിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യമാണ്. കാരണം കുറേയൊക്കെ എന്ന് വെച്ചാൽ ഇനാക്ഷനാണ്. ഒരു സർക്കാർ ക്വിക്കായിട്ടൊരു ആക്ഷൻ എടുക്കേണ്ട സ്ഥലത്ത് ഇനാക്ഷൻ. അപ്പോൾ ഇനാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സോർട്ട് ഓഫ് സപ്പോർട്ട്. ഒരു കാര്യത്തെ നമ്മൾ പിന്തുണയ്ക്കുന്നതിന് തുല്യമാണ്. ഇതിവിടെ വ്യാപകമായി, പ്രത്യേകിച്ച് രണ്ടാമത്തെ പിണറായി സർക്കാർ വന്നതിന് ശേഷം വ്യാപകമായി സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഹെയ്റ്റ് സ്പീച്ചുകൾ നടക്കുമ്പോൾ അതൊക്കെ ക്വിക്കായി തന്നെ കേസുകൾ ഫയൽ ചെയ്യേണ്ടതാണ്. ഒരു 10 പരാതി വന്നാൽ പോലും ചിലപ്പോൾ അതിനെതിരെ ഒരു നടപടിയെടുക്കാത്ത അവസ്ഥയുണ്ട്. ഇതൊക്കെ മാറേണ്ട രാഷ്ട്രീയ അവസ്ഥകളാണ്. കാരണം കേരളം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ വർഗീയതയ്ക്കെതിരെയുള്ള അവസാനത്തെ സൈൻ പോസ്റ്റാണ്. അത് നശിച്ചാൽ കേരളത്തിലെവിടെയും ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ ചിന്ത പോലും ഇനി ബാക്കി നിൽക്കാനിടയില്ല. അല്ലെങ്കിൽ കുറച്ച് ബാക്കി ഈ തെക്കൻ സംസ്ഥാനങ്ങളെ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ ആ ഒരു മാറ്റം നടക്കുന്നർത്ഥം. രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചാൽ ഇലക്ഷൻ വരുമ്പോൾ പലപ്പോഴും തന്ത്രപരമായിട്ട് ഒരു വഴിതിരിച്ചുവിടൽ. ഇപ്പം നേരത്തെ അഷ്റഫ് പറഞ്ഞ പോലെ ചർച്ച നടക്കേണ്ട മേഖലകൾ എന്താണോ, വിലയിരുത്തപ്പെടേണ്ടത് എന്താണോ, അതിന് പകരം കേവലമായ ചില അശ്ലീല രാഷ്ട്രീയത്തിലേക്ക് എന്ത് വീണ് പോവുക. പദപ്രയോഗം മാത്രമല്ല, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ വീഴ്ത്താൻ വേണ്ടിയിട്ട് സരിത എന്ത് ചെയ്യുന്നു, കൊണ്ടുവരുന്നു. ഒടുവിൽ ആ കേസ് ഇല്ലാതെയാകുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ കോടതി കുറ്റവിമുക്തനാക്കി മാറ്റുന്നു. പക്ഷേ അതിലെന്ത് ചെയ്യും, തീരുന്നില്ല. ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇമേജിനെ തകർക്കേണ്ടി വരുമ്പോൾ അതിനെതിരെ എന്ത് ചെയ്യുന്നു, ഇത് വരുന്നു. അത് വേണോ വേണ്ടെന്നില്ല. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഏറ്റവും കൂടുതൽ നോക്കുക, ഇപ്പോൾ തങ്ങൾക്കെതിരെ എന്നു വെച്ചാൽ ആലോചിച്ച് നോക്കൂ, കേരളത്തെ സംബന്ധിച്ചുള്ള ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ഒന്ന്. അപ്പോൾ ഇതൊക്കെ എന്നിട്ടോ കാഫർ ഷോട്ട് വരുന്നു, എന്നിട്ട് അതിനെതിരെ അന്വേഷണം നടത്തി കൃത്യമായിട്ട് പ്രതിയെ കണ്ടെത്തി ശിക്ഷിക്കണ്ടേ? ഇത്തരത്തിലുള്ളൊരു പ്രവണത കേരളത്തിൽ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അത്തരം കാര്യങ്ങൾ, പ്രവണതകൾ ഉണ്ടാകാൻ പാടില്ല. ശരിയായിട്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടാണെങ്കിൽ, വികസന രാഷ്ട്രീയ പദമായിട്ടാണ് ഇപ്പോൾ മാറുന്നത്. കാരണം ഒരു വിഷനില്ല. ഒരു ബജറ്റ് വരുമ്പോൾ ബജറ്റിൽ റോഡിനുള്ള പൈസ വളർത്തിയിട്ടുണ്ടാവും, മറ്റേ പാലത്തിനുള്ളതുണ്ടാവും, വിദ്യാഭ്യാസത്തിനുണ്ടാവും, ആരോഗ്യത്തിനുണ്ടാവും, ഇങ്ങനെ കുറേ പദ്ധതി നടപ്പാക്കും. ഇതല്ല വികസനം. അതിനെ ആളുകൾ ഞങ്ങൾ ഇത്ര റോഡ് കൊണ്ടുവന്നില്ലേ, ഇത്ര മീറ്ററിൽ ടാർ ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നതാണ് വികസനം. അതല്ല യഥാർത്ഥത്തിൽ. മറിച്ച് കേരളം ഇനി ഏതൊരു വികസന കാഴ്ചപ്പാടോടെയാണ് മുന്നോട്ട് പോകേണ്ടത്, എന്താണ് അതിൻ്റെ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത്, അതിന് കൃത്യമായൊരു വികസന രേഖ എന്ന് പറയുന്നത്, അതിൻ്റെ ഭാവി ഏതിലാണ് നിൽക്കുന്നത്, നമ്മുടെ യുവാക്കളുടെ ക്രയശേഷി എങ്ങനെയാണ് വിനിയോഗിക്കപ്പെടേണ്ടത്, അവരെങ്ങനെയാണ് പരിശീലിപ്പിക്കേണ്ടത്, എവിടെയാണ് ഈ വിഭവശേഷി നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഇതൊക്കെ കൃത്യമായി പഠിച്ച് മുന്നോട്ട് വയ്ക്കുന്ന ആ രീതിയിലുള്ള ഒരു ക്രിയാത്മകമായ വികസന പദ്ധതിയാണ് ആവശ്യമുള്ളത്. അങ്ങനൊരു കാര്യം ഇവിടെ ചർച്ചയിൽ വരികയേ ചെയ്യുന്നില്ല. പകരം നമ്മൾ നോക്കി നോക്കുക, ലഹരിയുടെ വ്യാപനം അത്രമേൽ ഇവിടെ ഉണ്ടായി. അത് ഒരു ഭാഗത്ത് സർക്കാർ തന്നെ മദ്യതുകൾ വ്യാപകമാക്കി എന്നുള്ളതാണ്. അത് ഗൗരവമുള്ള ഒന്നാണ്. കേരളത്തെ മറ്റൊരു ഭാഗത്താവട്ടെ നമ്മൾക്ക് സിന്തറ്റിക് ഡ്രഗ്സിൻ്റെയൊക്കെ ഒരു വ്യാപനം, അതിൻ്റെ ഭാഗമായിട്ടുള്ള വയലൻസുകൾ, ക്രിമിനാലിറ്റിയുടെ വർധനവ്, ക്രൈം റേറ്റിൻ്റെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീയുടെ കേസുകൾ, ഈ സ്ത്രീ പീഡന കേസുകളിൽ പലപ്പോഴും ഇരട്ട നീതിയാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും അവസാനം ഗണേഷ് കുമാറിൻ്റെ പരാതി വരുമ്പോൾ ഇവിടെ ഒരു പ്രതിപക്ഷത്തൊരാളാണെങ്കിൽ പോലീസ് ചാടി വീണിട്ട് കേസെടുക്കേണ്ട സമയമാണ്. പക്ഷെ അവിടെ എന്ത് ചെയ്തു, അവിടെ അങ്ങനെ മിണ്ടാതിരുന്ന അവസാനം കോംപ്രമൈസിലേക്ക് എന്ത് ചെയ്യുന്നു, ഇത് മാറുന്നു. അപ്പോൾ അതുപോലെ അനധികൃത നിയമനങ്ങൾ ധാരാളമായിട്ട് നടന്നത് അവസാനം കോടതിക്ക് എന്ത് ചെയ്യുന്നു, ഗവർണർക്ക് ഇടപെട്ട് തടയേണ്ട അവസ്ഥയിലേക്ക് പോകുന്നു. സംവരണ തത്വങ്ങൾ ഇവിടെ അട്ടിമറിക്കപ്പെടുന്നു. അത് വെറും അട്ടിമറിയല്ല, അതിനകത്തൂടെ സാമൂഹിക നീതിയുടെ നിഷേധം
സംഭവിക്കുന്നു. ഇവിടെ സാമ്പത്തിക സംവരണം എന്ന് കോടതി ഇങ്ങനെ വായ കൊണ്ട് പറയുമ്പോഴേക്ക് അതിവിടെ നടപ്പാക്കുകയും അതിലൂടെ ഒരു വമ്പിച്ച അട്ടിമറി ഇപ്പം എന്ന് വെച്ചാൽ മെല്ലെ മെല്ലെ ദളിത് സംഘടനകളൊക്കെ SC ST വിഭാഗങ്ങളൊക്കെ എന്താണ് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരവരുടെ കണക്കുകൾ അവർ തന്നെ പുറത്തുവിടാൻ തുടങ്ങി. ഇതൊക്കെ മറ്റേ നേരത്തെ നമ്മൾ മാത്രം പറഞ്ഞതാണ്. ഇത് മുന്നോട്ട് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ചിലപ്പോൾ PMC ഇതിൽ ഒപ്പുവെക്കുന്നതിലൂടെ ഉണ്ടായ വിദ്യാഭ്യാസ രംഗത്ത് അട്ടിമറി. ഞാൻ പറഞ്ഞാൽ ഇവിടെയൊക്കെ എന്താണോ സംഭവിക്കാൻ പാടില്ലാത്തത് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ രാഷ്ട്രീയമായി മാറ്റപ്പെടേണ്ടതാണ്. ഒരുപക്ഷെ ഇവിടെ ഏറ്റവും വലിയൊരു ഇത് നമ്മൾ കാണുന്നത് വെച്ചാൽ ഈ മുസ്ലിം സംഘടനകൾ ചിലരെങ്കിലും തലമറന്ന് എണ്ണ തേച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിന് ഇത് നമ്മളൊക്കെ നേരത്തെ എന്താ വെച്ചാൽ ഏറ്റവും നന്നായിട്ട് വർഗീയ രാഷ്ട്രീയം വിലയിരുത്തിയിരുന്നു, അല്ലെങ്കിൽ അതിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ ജിഹാദ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ വളരെ ബുദ്ധിശൂന്യമായ രൂപത്തിൽ നിലപാടെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ താല്പര്യങ്ങൾ മുൻപ് എന്തായിരുന്നു എന്നുകൂടെ ഇപ്പം നമ്മൾക്ക് വിലയിരുത്താൻ കിട്ടുന്ന ഒരവസരമാണ്. അവർ യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ വക്താക്കളോ അതിനു വേണ്ടി പ്രവർത്തിച്ചിരുന്നവരോ അല്ലായിരുന്നു. മുസ്ലിം സമൂഹത്തെ വർഗീയവൽക്കരിച്ചുകൊണ്ട് അവരെ ഇരകളാക്കി ഇട്ടുകൊടുക്കാൻ വേണ്ടി ശ്രമിച്ചവരാണെന്ന് ഇപ്പം നമുക്ക് ബോധ്യമാവുന്നുണ്ട്. അത് ആ പാർട്ടികളിൽ നിൽക്കുന്നവർ തിരിച്ചറിയുകയും അവരെ ഇന്ന് പിൻവാങ്ങുകയും ചെയ്യേണ്ട സമയമാണ്. എന്തായാലും ഒപ്പം നമുക്ക് കാണുന്ന വെച്ചാൽ ഇപ്പോൾ ഇലക്ഷന് കഴിഞ്ഞൊരു മാസത്തെ ഗ്യാപ്പ് ഇതെന്തിനാണെന്ന് നമുക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അതെ, പലപ്പോഴും എന്താ വെച്ചാൽ അത് വലിയ ദുരൂഹതകളുണ്ട്, അട്ടിമറികൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ചുകൂടെ പ്രചരണത്തിന് സമയം കൊടുത്താൽ മതിയായിരുന്നു. അത് കുറയ്ക്കുകയും ഈ ഗ്യാപ്പാണ് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ ഒരു ശരിയായ നിലപാടല്ല എന്നുള്ളതാണ്. രണ്ടെന്താ വെച്ചാൽ വ്യാജ വാർത്തയാണെന്ന് എനിക്കറിയില്ല. UP യിൽ നിന്ന് 50ഓളം ട്രക്കുകളിൽ എന്താണ് മറ്റേ ഈ അവിടുന്ന് എന്താണ് ഇലക്ഷൻ മറ്റേത് ബോക്സുകൾ ഇത് വരുന്നു എന്നൊക്കെ പറയുന്നു. അതിൻ്റെ ഉദ്ദേശം അത് സത്യമാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ അങ്ങനൊരു വാർത്ത ഇന്ന് ഞാൻ ശ്രദ്ധിച്ചു. അതെന്തായാലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സർക്കാർ അതിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ടതാണ്. പിന്നെ പണമിറക്കിയുള്ള ഇലക്ഷൻ പ്രചരണം ഇത് നമുക്കറിയാം. ഇപ്പോൾ ചാലക്കുടിയിലൊക്കെ പണം വന്നു, പക്ഷേ പിന്നെ അവസാനം എന്താണത് കാറ്റിലങ്ങോട്ട് ധൂളികളായി പോവുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ മലയോര മേഖലകൾ അല്ലെങ്കിൽ ട്രൈബൽ മേഖലകൾ, കടലോര മേഖലകൾ ഇവിടെയൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ്. അത്തരത്തിലുള്ള പല സീറ്റുകളും നമുക്കറിയാം ഇവിടെ ഉണ്ട് എന്നുള്ളതും അതും അപകടമുണ്ട്. ഏറ്റവും അവസാനം പറയുന്നത് വെച്ചാൽ ഈ വോട്ടർ പട്ടിക. ഇപ്പോൾ ചിദാനന്ദപുരിയുടെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം വെച്ചാൽ ഇവിടെ പഴയതിനെ അപേക്ഷിച്ച് BJP വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ അധികാരത്തിൽ വരില്ലായിരിക്കാം, പക്ഷേ ഏറ്റവും വലിയ ഒരു സ്വാധീന ശക്തിയായി മാറാൻ പോവുകയാണ്. അത് കൃത്യമായിട്ടും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന വിഷയത്തിൽ അവർ ശ്രദ്ധാപൂർവം പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്. ഈ വോട്ടർ പട്ടിക പുറത്തു വന്നിട്ടില്ല. ഇത് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ വാചകങ്ങളുടെ ആഴവും അർത്ഥവും എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എന്തായാലും അതൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട സൂക്ഷ്മമായിട്ട് രാഷ്ട്രീയ കക്ഷികൾ പിന്നെ ഇടപെടേണ്ട കാര്യങ്ങളാണ്. ഒരു രാഷ്ട്രീയ മാറ്റം നമുക്ക് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ രാഷ്ട്രീയ അന്തരീക്ഷം ഇവിടെ മാറേണ്ടതുണ്ട്, ശുദ്ധീകരിക്കപ്പെടേണ്ടത്, കൂടുതൽ അത് സെക്യുലറായി മാറേണ്ടതുണ്ട്, കൂടുതൽ സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്നതാകേണ്ടതുണ്ട്, വർഗീയതയ്ക്കെതിരെ ഉള്ളതാകേണ്ടത്. ഇത്തരം ചില കാര്യങ്ങൾ നമ്മൾക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടാകണം. അതിനു വേണ്ടിയാണ് വോട്ടർമാരെന്തായാലും വോട്ട് ചെയ്യേണ്ടത്.